ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ യൂത്ത് ഫെസ്റ്റിവലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നതാണ്. ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയും കാണുകയും ചെയ്യുന്ന ധാരാളം വ്യൂവേഴ്സ് ഉണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓരോ വ്യൂവറും കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് വളരെയേറെ വിശേഷപ്പെട്ട പ്രത്യേകതയുള്ള ആളാണ്. അതിനാൽ തന്നെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരവരുടെ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്താറുണ്ട്. ഇവിടെയും ഞാനും അതുതന്നെ ചെയ്യുന്നു. എല്ലാ വ്യൂവേഴ്സിനോടും എനിക്കുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്കൗട്ട് ഗൈഡ് ആൻഡ് NCC കേഡറ്റുകളെ കുറിച്ചാണ്. യൂത്ത് ഫെസ്റ്റിവൽ മേളയാകട്ടെ, അതല്ല മറ്റുള്ള രാജ്യത്തിൻ്റെ ആയിട്ടുള്ള വിശേഷ ദിവസങ്ങളാകട്ടെ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ പോലെയുള്ള വിശേഷ അവസരങ്ങളിലാകട്ടെ, ഒഴിച്ചുകൂടാൻ പറ്റുകയില്ലാത്ത രണ്ട് വിഭാഗങ്ങളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ടീമുകളും NCC കേഡറ്റുകളും. യൂത്ത് ഫെസ്റ്റിവൽ ഐറ്റങ്ങൾ, മത്സരത്തിന് വരുന്ന ഇനങ്ങൾ പരിശീലിക്കുന്ന കുട്ടികളെ പോലെ തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ പരിശീലനം സിദ്ധിച്ചവരാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും അതുപോലെ NCC കേഡറ്റുകളും. അവർക്ക് എല്ലാ ദിവസവും പരിശീലനമുണ്ട്. ക്ലാസ് സാധാരണ ദിവസങ്ങളിലെ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകാതെ സ്കൂളിൽ തന്നെ താമസിച്ച് ഇവർ ഇതിനായിട്ടുള്ള പരിശീലനം സിദ്ധിക്കാറുണ്ട്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ് മുതൽ പല സെക്ഷനുകളിലായി പരിശീലനം സിദ്ധിച്ച് കയറി വരുന്നവരാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും NCC കേഡറ്റുകളും. ലോകം മുഴുവനും പരന്നു കിടക്കുന്ന ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ യൂണിഫോം കടും നീലയും ഇളം നീലയുമാണ്. അത് ഇന്ത്യയിലെ യൂണിഫോമാണ്, കടും നീലയും ഇളം നീലയും. മറ്റുള്ള രാജ്യങ്ങളിൽ യൂണിഫോമിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് NCCക്ക് ഇളം ബ്രൗൺ നിറം അല്ലെന്നുണ്ടെങ്കിൽ കാക്കി കളർ ആയിട്ടുള്ള യൂണിഫോമാണ്. ഈ യൂണിഫോമുകളിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഈ യൂണിഫോം ഇട്ട കുട്ടികളെ കാണുമ്പോൾ ഇവർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുള്ളവരാണ് അല്ലെന്നുണ്ടെങ്കിൽ NCCയിൽ ഉള്ളവരാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് വരെ മനസ്സിലാവുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകൾ മുതൽ ഇവർക്ക് വളരെ ചിട്ടയായ പരിശീലനം നൽകി വരുന്നു. NCC കേഡറ്റുകൾക്ക് ഒരുവിധം പട്ടാള ചിട്ടയുള്ള പരിശീലനമാണ് നൽകുന്നത്. അവർക്ക് അതുപോലെ ടഫായിട്ടുള്ള പട്ടാളക്കാരെ പോലെയുള്ള മാർച്ച് പാസ്റ്റും മറ്റും പഠിപ്പിക്കാറുണ്ട്. ചിട്ടയായ ജീവിതവും അച്ചടക്കവും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും അനുസരണശീലവും സേവന സന്നദ്ധതയും ഒക്കെ ഉള്ള പൗരന്മാരായി ഈ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകി വരുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനും അതുപോലെ തന്നെയാണ്. അവർക്ക് ഈ NCCയുടെ അത്രയ്ക്ക് കടുപ്പമുള്ള മാർച്ച് പാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവരെയും അത്യാവശ്യം ഉള്ള മാർച്ച് പാസ്റ്റ് ഒക്കെ പരിശീലിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഏത് ജീവിത സാഹചര്യത്തിലും മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി തനിയെ ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിക്കുക. അത് ഒരുപക്ഷെ ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തം വരുന്ന സമയങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. പ്രകൃതിയെ തടുത്തു നിർത്തി നമ്മൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. നമ്മൾ കണ്ടതാണ് ചൂരൽമലയിലും മറ്റും. അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ കണ്ടതാണ്
നിമിഷ നേരം കൊണ്ട് 1-2 ദിവസം കൊണ്ട് വലിയ ഒരു പാലം നിർമ്മിച്ചു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ കുത്തി ഒഴുകുന്ന ഒരു നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചത്. അത്രയ്ക്കൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഏകദേശം അതുപോലെയുള്ള പരിശീലനങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രകൃതിയിൽ അടുത്തടുത്ത് നമ്മൾക്ക് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പാലങ്ങൾ നിർമ്മിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടെൻറ്റുകൾ നിർമ്മിക്കുകയോ ഒരു ജീവിതത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് എടുക്കുവാൻ ഇവരെ പരിശീലിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് NCC കേഡറ്റുകളും. NCC കേഡറ്റുകൾക്ക് കൂടുതലായിട്ടുള്ള ചിട്ടയും ഉത്തരവാദിത്ത ബോധവും നൽകുന്നു. ട്രാഫിക് പോലും കൺട്രോൾ ചെയ്യുവാൻ വളരെയധികം ട്രാഫിക് ഉള്ള ഒരു മേഖലയിൽ ടൗണിലും മറ്റും ട്രാഫിക് കൺട്രോൾ ചെയ്യുവാനും പോലീസുകാരോടൊപ്പം ഇവരുടെയും സേവനം ആവശ്യപ്പെടാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ മേളകളിൽ ഇവരുടെ സേവനം ഇല്ലാതെ നടക്കാറില്ല. അവർക്ക് സ്കൗട്ട് ഗൈഡ്സ് ആകട്ടെ അല്ല NCC കേഡറ്റുകളാകട്ടെ എപ്പോഴും യൂത്ത് ഫെസ്റ്റിവൽ മേളകളിൽ സജീവമായി അവരുടെ സേവനം ആവശ്യപ്പെടാറുണ്ട്. അവർക്ക് കാണികളെ യഥാസ്ഥാനങ്ങളിൽ ഇരുത്തുവാനും വെറുതെ നടക്കുന്ന കുട്ടികളെ ഒക്കെ വെറുതെ അലഞ്ഞു നടക്കാതെ അവരെ പ്രത്യേക സ്ഥാനങ്ങളിൽ ഇരുത്തുവാനും അതുപോലെ തന്നെ സംഘാടകർക്കും ജഡ്ജസിനും വേണ്ടി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടു കൊടുക്കുവാനും അവരുടെ മറ്റ് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുവാനും എല്ലാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സും NCC കേഡറ്റുകളും എപ്പോഴും അവിടെ സജീവമായി നിലനിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മിക്കേണ്ട കുറേ അധികം ആൾക്കാരുണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവൽ മേളകളിൽ. അതാണ് ഈ പരിപാടികൾക്ക് സംഘാടകർ ആയിരിക്കുന്ന രാവും പകലും ഒരുപോലെ ജോലി ചെയ്യുന്ന സംഘാടകർ ആയിട്ടുള്ള അധ്യാപകർ, പരിപാടികൾ തടസ്സം കൂടാതെ നടത്തുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന അധ്യാപകർ, അതോടൊപ്പം മാർക്കിടാൻ വരുന്ന ജഡ്ജസ്, ഒരു രാവും പകലും ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്ന കാറ്ററിംഗുകാർ, അത് സർക്കാരിൻ്റെ വകയായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അധ്യാപകർ, കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകരും പരിശീലിപ്പിക്കുന്നവരും മാതാപിതാക്കളും അതുപോലെ തന്നെ ഇവരുടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരും ഒരു പരിപാടിയിൽ ഒരു ടൗണിലെ പല സ്ഥലങ്ങളിലായി നടക്കുന്ന സ്റ്റേജുകളിലേക്ക് ഒരു പരിപാടിക്ക് തടസ്സം വരാതെ കൃത്യസമയത്ത് കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവരെയും ഇങ്ങനെ പലവിധ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ മേളകളിൽ നമ്മൾ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സ്റ്റേറ്റ് ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമായി പിരിയുന്നു. അപ്പോൾ ഇത് നോക്കിയിരിക്കുന്ന ഒരാൾ അവിടെ മിച്ചം കാണും. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അന്വേഷിക്കുന്ന ആൾ, അതാണ് 117 പവൻ്റെ സ്വർണ്ണക്കപ്പ്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി.